ശതാബ്ദി ആഘോഷ നിറവിൽ ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഘോഷയാത്ര വേറിട്ടതായി. 100 കുടുംബശ്രീ പ്രവർത്തകരും 100 വിദ്യാർത്ഥികളുമാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. ആദ്യ ദ്രാവിഡ എലിമെന്ററി സ്കൂളായി ആരംഭിച്ച 1933 ലേബർ സ്കൂളായി മാറുകയും 57 ഗവൺമെന്റ് വെൽഫെയർ സ്കൂളായി മാറിയ ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം 1 വർഷം നീണ്ടുനിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. ഏപ്രിൽ 2-നാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാവുക. ഇതിന് മുന്നോടിയായാണ് നാടുണർത്തി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചത്. വർണ്ണാഭവും വേറിട്ടതുമായിരുന്നു ഘോഷയാത്ര. കേരളീയ വേഷം ധരിച്ച മുത്തുകുടയേന്തി 100 കുടുംബശ്രീ പ്രവർത്തകരും വർണ്ണപ്പൂക്കളുമായി 100 വിദ്യാർത്ഥികളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ കേളങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് രൂപപ്പെട്ട ഒരു കുടിപ്പള്ളിക്കൂടം. ആ കുടിപ്പള്ളിക്കൂടമാണ് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ട് ഇന്ന് ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളായി പരിണമിച്ചത്. വിദ്യാലയത്തിൻ്റെ ഈ 100ാം വാർഷികത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള ഒരു നല്ല സ്കൂളായിട്ട് ഈ സ്കൂളിനെ മാറ്റിയെടുക്കാൻ ഇവിടെ പ്രവർത്തിച്ച അധ്യാപകർ, നാട്ടുകാരെല്ലാം ചേർന്ന് സാധിച്ചിട്ടുണ്ട്. വിളംബര ഘോഷയാത്ര കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ, വൈസ് പ്രസിഡന്റ് PV സജീവൻ, കെ മോഹനൻ, അബ്ദുൽ റഹ്മാൻ ഹാജി, പ്രിൻസിപ്പൽ ഡോക്ടർ KR ശ്രീലത, ഹെഡ്മിസ്ട്രസ് KV ഗിരിജ, KV രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ നിറവിലാണ്. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ വിളംബര ഘോഷയാത്ര ഏറെ മികവേറിയതായിരുന്നു. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.